Hey guys, so this Christmas decoration part 3 ആണ്. Third decorative idea. So ഇതും affordable ആയിട്ട് എങ്ങനെ snowflake ഉണ്ടാക്കാന്നുള്ളതാണ് തമ്മിൽ കണ്ട പോലെ. അതിനു വേണ്ടിയിട്ട് ബഡ്സ് ആണ് എടുത്തേക്കണം. നമുക്ക് 24 ബഡ്സ് വേണം ഒരു സ്നോഫ്ലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ചെറുതും ഉണ്ടാക്കാം, രണ്ട് ഞാൻ കാണിക്കും. പിന്നെ ഈ ഫോയിൽ പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചൊരു പ്ലാസ്റ്റിക് എന്തെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല. ഇതെന്ന് പറഞ്ഞാൽ ബഡ്സ് വെച്ചൊട്ടിക്കാൻ നേരത്ത് ആ ഗ്ലൂ ഗൺ പെട്ടെന്ന് വിടിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അതെടുത്ത. വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്തിനാണ് യൂസ് ചെയ്തതെന്ന്. സോ 24 ബഡ്സ് വേണം. നമുക്ക് 24 ഉണ്ടോ എന്ന് വിചാരിക്കേണ്ട. ബഡ്സ് പാക്കറ്റിൻ്റെ അകത്ത് കുറേ ഉണ്ടോ. ഈ ബഡ്സ് പാക്കറ്റിന് 50 റുപ്പീസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10 സ്നോഫ്ലേക്കൊക്കെ ഉണ്ടാക്കാം, ചെറുതും വലുതുമായിട്ട് കേട്ടോ. സോ 24 എണ്ണത്തിൽ 6 എണ്ണം ഫുള്ളായിട്ട് തന്നെ വേണം, ഫുൾ ബഡ്സ് ആയിട്ട് തന്നെ വേണം. ബാക്കി 6 എണ്ണമല്ലല്ലോ, ബാക്കി എത്ര 18 എണ്ണത്തിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ബഡിൻ്റെ ആ കോട്ടൺ പോർഷത്തിന് കുറച്ച് താഴത്തേക്കായിട്ട് വെച്ചിട്ട് എല്ലാം കട്ട് ചെയ്തെടുക്കണം. ഇച്ചിരി കഷ്ടപ്പാടാണ്, പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ടത് വെട്ടിയെടുത്തു. കുറച്ച് മീൻ വെട്ടറ കത്രികയൊക്കെ ഇല്ലേ, അതൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സോ ഈ ഫോയിൽ പേപ്പറിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് പേപ്പറോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കണമെങ്കിൽ അതിൽ ഇങ്ങനെ വരയ്ക്കുക. ഒരു സെൻറ്റർ പോർഷനും 6 സൈഡും അങ്ങനെ വരയ്ക്കാന്ന് വെച്ചാൽ ഇതുപോലെ ബഡ്സ് വെച്ച് നമുക്ക് ആ അളവ് കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അങ്ങനെ ബഡ്സൊക്കെ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട്, ഗ്ലൂ ഗൺ എല്ലാ ക്രാഫ്റ്റിനും ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഗ്ലൂ ഗൺ യൂസ് ചെയ്യണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിലാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യണത്. ഞാൻ ഇതുവരെയായിട്ടും ഗ്ലൂ ഗൺ എൻ്റെ ജീവിതത്തിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എന്തോരം ഉപകാരം. നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനം ഒട്ടിക്കാനും പെട്ടെന്ന് ഒട്ടാനും ടൈം കൺസ്യൂമിങ്ങും അഫോർഡബിളും ഒക്കെ ആയിട്ടുള്ള സാധനം കേട്ടോ ഗ്ലൂ ഗൺ. ഇതൊരു പ്രാവശ്യം വാങ്ങിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എന്നിട്ട് 6 സൈഡ് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് പൊക്കത്ത് ഒട്ടിക്കുക. അതുപോലെ തന്നെ താഴെയും ആ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കട്ടെ. കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, നമ്മളിത് തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് എന്താ പറയുക, കട്ടിയായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒട്ടിക്കുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടോ, ഗ്ലൂ ഗൺ കൊണ്ട് കുറച്ച് വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ മുത്തൊക്കെ ഇല്ലേ, ഏതെങ്കിലും പേൾ ടൈപ്പോ ഹാഫ് പേളൊക്കെ ആയിട്ടുള്ളതൊക്കെ കിട്ടും. അതൊക്കെ വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും മുത്ത്, എന്തെങ്കിലും ഗ്ലിറ്റർ കല്ലോ അങ്ങനെ കല്ലുകളൊക്കെ ഉണ്ടാവില്ലേ, കളർ സ്റ്റോൺസ് ആയിട്ട് നമ്മൾ ഡ്രസ്സിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന സാധനം, അതൊക്കെ സെൻറ്ററിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. കളർഫുള്ളായിട്ടുള്ള വെക്കേണ്ട, വൈറ്റ് കല്ലായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി നമ്മൾ ബാക്കി കട്ട് ചെയ്ത് വെച്ച പോർഷൻസ് ഇല്ലേ, ബാക്കി 18 എണ്ണം കട്ട് ചെയ്ത പോർഷൻസ് ഇതുപോലെ വെച്ച് ഒട്ടിക്കുക. കുറച്ച് ആ ബഡിൻ്റെ സ്റ്റിക്കിലേക്ക് കയറ്റി ഒട്ടിക്കുകയാണെങ്കിൽ മൊത്തം അങ്ങ് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. സോ ആ ബഡിൻ്റെ ആ സ്റ്റിക്കിലേക്ക് ഇച്ചിരി കയറ്റി അങ്ങ് ഒട്ടിച്ചാൽ മതി. സോ താഴത്തെ പോർഷനിലും മുകളിലത്തെ പോർഷനിലും 12 വെച്ചിട്ട് ഒട്ടിക്കുക. അങ്ങനെ അത് ഫുള്ളൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം അത് ഇളക്കിയെടുക്കുക. അല്ലാതെ പൊളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ കുഞ്ഞു പീസസ് വെച്ച് ഒട്ടിച്ചേക്കണതുകൊണ്ട് ഒന്ന് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ് രണ്ടാമത് ചെയ്യാൻ. പിന്നെ ഇത് ഞാൻ തൂക്കിയിടുന്നത് കാരണം വയറെടുത്തേക്കുമാണ്. ഞാൻ എടുത്തേക്കുന്നത് സീരിയൽ ലൈറ്റ്, കേടായ സീരിയൽ ലൈറ്റിൻ്റെ വയറിലാണ്. പക്ഷേ ട്വൈനോ എന്തെങ്കിലും കുറച്ച് കട്ടിയുള്ള നൂലെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആ വെയിറ്റ് ചിലപ്പോൾ താങ്ങില്ലായിരിക്കും. ട്വൈനോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് കട്ടിയുള്ള നൂലോ അങ്ങനെയൊക്കെ എടുക്കുവാണെങ്കിൽ നന്നായിട്ട് നിന്നോളൂ കേട്ടോ. സോ സെൻറ്റർ പോർഷനിൽ വീടൊക്കെ വയ്ക്കുകയാണെങ്കിൽ അത്രയും ഭാഗത്ത് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നമുള്ളത് മാറിയും കിട്ടും, നല്ല ഭംഗിയായിരിക്കും കേട്ടോ. സോ ഇതാണ് ഞാൻ പറഞ്ഞത് ചെറിയ സ്നോഫ്ലേക്ക്. അതിനാകെ 12 ബഡ്സേ ആവശ്യം വരുള്ളൂ. ഇതുപോലെ കണ്ടില്ലേ, ബഡ്സിൻ്റെ നടുക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് ആ പീസ് ഫുള്ള് വെച്ച് യോജിപ്പിച്ചിട്ട് പിന്നെ സാധാരണ നമ്മൾ ബാക്കി ഇത്രയും ചെയ്ത പോലെ തന്നെ. സോ ഇതാണ് ഫൈനൽ സ്നോഫ്ലേക്ക്. പിന്നെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കയറി വരുന്ന നേരത്ത് ലൈറ്റ് ഇട്ടുണ്ട്, അതിലേക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്നോഫ്ലേക്ക് ഉണ്ടാക്കിയേക്കണേ. അപ്പോൾ ക്രിസ്മസ് ബോൾസും സ്നോഫ്ലേക്കും വെച്ചിട്ടാണ് ഞാൻ അത് ഡെക്കറേറ്റ് ചെയ്തേക്കണേ. ഇത് ഡേ ലൈറ്റിൽ ഉള്ള വീഡിയോ കേട്ടോ. ഡേ ലൈറ്റിൽ തന്നെ ഒടുക്കത്തെ ഭംഗിയാണ്. നൈറ്റ് ആകുമ്പോൾ ഭയങ്കര ഒരു ക്രിസ്മസ് കോസി ആംബിയൻസ് ആണ്. സോ ഇത് ഇത്രയും ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആകെ വന്നേക്കണേ 200 റുപ്പീസ് ആയിട്ട് എക്സ്പെൻസ്. ബഡ്സിന് 50 റുപ്പീസ്, പിന്നെ ചാർട്ട് പേപ്പേഴ്സ്, പിന്നെ ലൈറ്റ്സ് ആമസോണിൽ കിട്ടും, 89 റുപ്പീസ് ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ 200ൻ്റെ ഉള്ളിലാണ് ഫുൾ എക്സ്പെൻസ് നിന്നേക്കണേ. ഡെക്കറേറ്റ് ചെയ്യാനുള്ളവർ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.